ബാധിതരുടെ പ്രതിഷേധത്തിൽ 20 പേർക്കെതിരെ കേസ്. വില്ലേജ് ഓഫീസ് ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ദുരന്ത ബാധിതരുടെ സമരം അവസാനിച്ചു. വടകര RDO നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് മേഖലയിൽ സമ്പൂർണ്ണ ഹർത്താൽ നടത്തിയിരുന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ RDO നാളെ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങൾ വിലങ്ങാട് ദുരന്ത ബാധിതരുടെ പ്രതിഷേധത്തിൽ 20 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വില്ലേജ് ഓഫീസ് ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ദുരന്ത ബാധിതരുടെ സമരം അവസാനിച്ചിട്ടുണ്ട്. വടകര RDO നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് മേഖലയിൽ സമ്പൂർണ്ണ ഹർത്താൽ നടത്തിയിരുന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ RDO നാളെ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, എന്തൊക്കെയാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്? പക്ഷേ ഈ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ. അഖില, നിലവിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിലങ്ങാട് ഇന്ന് സമ്പൂർണ്ണമായി അടച്ചിടുന്ന ഒരു സാഹചര്യമായിരുന്നു. ബസ്സുകളും അതോടൊപ്പം കടകളും ഒന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. എല്ലാം അടച്ചുപൂട്ടിയ ഒരു ഹർത്താൽ, സമ്പൂർണ്ണ ഹർത്താൽ തന്നെയായിരുന്നു വിലങ്ങാട് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് RDOയുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിൻ്റെ പ്രതിഷേധക്കാരൊക്കെ തന്നെ ഉന്നയിച്ച കാര്യം, ഈ ലിസ്റ്റ്, അതായത് ഈ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ കൃത്യമായി പരിശോധിക്കണമെന്നും അർഹതപ്പെട്ടവരെയും ഇനിയും അതിൽ ഉൾപ്പെടുത്താനുണ്ട്, അവരെ ഇനി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ലിസ്റ്റ് പുറത്തു വരണമെന്നും കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം ശക്തമായ സാഹചര്യത്തിൽ അവരെ 5 മാസത്തേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നും ആ മാറ്റി താമസിക്കുമ്പോൾ അവർക്ക് വാടക നൽകിക്കൊണ്ട് സുരക്ഷിതമായ ഭവനങ്ങളിലേക്ക്, വാടക വീടുകളിലേക്ക് മാറ്റി താമസിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, 15 ലക്ഷം നൽകിക്കൊണ്ട് 30ഓളം പേരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുവാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി വീട് വാങ്ങി താമസിക്കാനുമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 30ഓളം പേർക്ക് 15 ലക്ഷം വെച്ച് നൽകാമെന്ന് അറിയിച്ചിരുന്നു. ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 20 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വില്ലേജ് ഓഫീസ് ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ദുരന്ത ബാധിതരുടെ സമരം അവസാനിച്ചിട്ടുണ്ട്. RDOയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലിനറ്റ് വർഗീസ് നൽകിയത്.